ഡൽഹിയിൽ ഇന്ന് രാവിലെ സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ നടത്തിയ മുന്നേറ്റം ഈ സർവകക്ഷി യോഗത്തിൽ ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ നമ്മുടെ പ്രതിരോധ മന്ത്രാലയവും വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വി ജി കൂടി നമുക്കൊപ്പം ചേരും. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിനീത. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്ന പാർലമെന്റ് മന്ദിരത്തിലാണ്. 11 മണിയോടുകൂടി എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാർലമെന്റ് മന്ദിരത്തിൽ 11 മണിയോടുകൂടിയാണ് സർവകക്ഷി യോഗം ചേരുന്നത്. നേരത്തെ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ പക്ഷേ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ ചില വിമർശനങ്ങൾ ചെറിയ തോതിലാണെങ്കിൽ പോലും പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൃത്യം 11 മണിയോടുകൂടി തന്നെ യോഗം ആരംഭിക്കും. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായിരിക്കും പങ്കെടുക്കുക. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകളും ഒക്കെ നേതാക്കൾക്കിടയിൽ ഉണ്ട് എങ്കിൽ പോലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരതയ്ക്കെതിരെ ഒരൊറ്റക്കെട്ടായി മുന്നോട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി അത്തരത്തിലേക്കുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരൊറ്റക്കെട്ടായി ഈ ഘട്ടത്തിൽ നിൽക്കുമെന്ന് തന്നെയാണ് ഇന്നലെയും നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. സൈന്യം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ ആരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ആ സൈന്യത്തിന്റെ വീര്യം കളയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് നേതാക്കളുടെയൊക്കെ തന്നെ ഒരു ഉറച്ച നിലപാട്. സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട്, കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട്, പ്രധാനമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് നേതാക്കളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. പക്ഷേ എങ്കിലും ചില ആശങ്കയുള്ളത് ഈ അതിർത്തി മേഖലകളിലേക്കടക്കം വലിയ രീതിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ തന്നെ നമ്മൾക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞതാണ്. ഇങ്ങനെ ഈ പ്രകോപനം തുടരുന്ന ഘട്ടത്തിൽ ഏതു രീതിയിൽ അതിനെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ പറ്റും. ഒപ്പം തന്നെ അതിർത്തി മേഖലകളിലേക്കൊക്കെ കഴിയുന്ന സാധാരണക്കാരുണ്ട്, ആ സാധാരണക്കാരായ ആളുകളുണ്ട്, അവരുടെ സുരക്ഷ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ തന്നെ അത് കൂടുതൽ ഉറപ്പാക്കണം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം സ്വീകരിച്ച നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യും. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം. ഏതെങ്കിലും ഒരു സൈനിക നീക്കമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകോപനപരമായ ഒരു സമീപനമോ ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഘട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇന്നലെ അജിത് ഡോവൽ അടക്കം പറഞ്ഞത് ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നുള്ളത് തന്നെയാണ്. തുടക്കം ഇങ്ങനെയെങ്കിൽ ഒടുക്കം എന്താകുമെന്നൊരു പക്ഷേ പാകിസ്ഥാന് നിലച്ചിരിക്കാൻ പോലും കഴിയാത്ത ഘട്ടത്തിൽ അത്രയും വലിയൊരു പ്രത്യാക്രമണം തന്നെയായിരിക്കും നേരിടേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഈ പ്രകോപനം ഇനി പാകിസ്ഥാൻ തുടരുകയാണ് എങ്കിൽ എന്ത് മറുപടി നൽകണമെന്നുള്ള കാര്യം അത് സേനാ മേധാവികൾക്ക് തീരുമാനിക്കാം. സേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുവെന്നാണ് ഇന്നലെ ചേർന്ന യോഗത്തിലൊക്കെ തന്നെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജസ്ഥാൻ, ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ കേരളത്തിലും ഡൽഹിയിലുമൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അത് ഈ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലൊക്കെയാണ് ഇത്തരത്തിലേക്കുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജസ്ഥാനിൽ കൂടുതൽ BSF ഉദ്യോഗസ്ഥരെ അടക്കം എത്തിച്ചിട്ടുണ്ട്. പോലീസ് ഉണ്ട് അവിടെ. ആ മേഖലകളിലൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ അടിയന്തര ഘട്ടത്തിലേക്ക് ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ അവശ്യ വസ്തുക്കളുടെയും അവശ്യ സാധനങ്ങളുടെയും ഒക്കെ അവശ്യ സേവനങ്ങളും ഒക്കെ ഉറപ്പാക്കണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നുണ്ട്. ഓരോ നീക്കവും വളരെ കൃത്യമായി തന്നെ സൈന്യം നിരീക്ഷിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുമെന്നുള്ളത് ഉറപ്പാണ്. അക്കാര്യം ഇന്നലെ തന്നെ വ്യക്തമാക്കിയതുമാണ്. ഒപ്പം പാകിസ്ഥാൻ ഇതിനോടകം തന്നെ അവരുടേതായിട്ടുള്ള പല വാദങ്ങളും നടത്തുന്നുണ്ട്. ഏതാണെങ്കിലും നിലച്ചിരിക്കാത്ത ഘട്ടത്തിൽ അവർക്ക് ലഭിച്ച ഒരു ആക്രമണം അത് ഏറ്റവും വലിയൊരു ആക്രമണം എന്ന് കൂടി തന്നെ നമുക്ക് പറയേണ്ടി വരും. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സിവിലിയൻസിനെ പോലും ബാധിക്കാത്ത തരത്തിൽ കൃത്യമായും ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമെന്ന് നമുക്ക് തല ഉയർത്തി നിന്നുകൊണ്ട് തന്നെ പറയാം. 9 കേന്ദ്രങ്ങൾ, ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്ന ഇടങ്ങൾ, ഭീകരർക്ക് അവർക്ക് പരിശീലനം നൽകുന്ന ഇടങ്ങൾ, ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ എന്നിങ്ങനെ 9 ഇടങ്ങളാണ് ഈ 25 മിനിറ്റിനുള്ളിൽ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം തകർത്തത്. അതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും രാജ്യത്ത് പൂർണ്ണമായിട്ടുണ്ട്. അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യമുള്ളത്. വിനീത വിജയൻ ഡൽഹിയിൽ നിന്ന് ചേർന്ന്